സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ബ്യൂട്ടി ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് എന്ത് പറ്റി ചേച്ചി കുറച്ച് നാളായാലോ കാണാനില്ല എന്നുള്ളത്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ബ്ലോക്കായിപ്പോയി. അങ്ങനെ മെയിൽ ഐ ഡി ബ്ലോക്കായത് കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരവസ്ഥയിൽ അങ്ങനെ കുറച്ച് നാളൊന്ന് ബുദ്ധിമുട്ടി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ ഇനിയും മുന്നോട്ടുണ്ടാകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ടിപ്സാണ്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് സൺടാൻ കാരണം നമ്മുടെ ഫേസിലൊക്കെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ചിലർക്ക് ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പിഗ്മെൻറ്റിൻ്റെ ഒരു ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ അതല്ലെങ്കിൽ ഹോം റെമഡി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ നമുക്ക് നന്നായിട്ടൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെറിയൊരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പാക്കിന് ആവശ്യമായുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോയാണ്. അപ്പോൾ ടൊമാറ്റോയോടൊപ്പം തന്നെ ഞാൻ അലോവേര ജെല്ല് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത ആ പേസ്റ്റിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ടൊമാറ്റോയും അലോവേര ജെല്ലും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കടലമാവ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഡർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ക്ലീനായി നല്ലൊരു ഫേസ് വാഷായിട്ട് വരെ നമ്മൾ കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 3 ഇൻഗ്രീഡിയൻ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഫേസ് നമ്മൾ എന്ത് പാക്ക് ഇട്ടിരുന്നാലും ഫസ്റ്റ് നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്ത് വലിയ ടാൻ ഉണ്ടെങ്കിലും പിഗ്മെൻ്റ് ഉണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഞാനത് മാത്രമല്ല, എൻ്റെ ഫേസിലിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ നന്നായിട്ട് പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാക്ക് ഞാനിപ്പോൾ 15 മിനിറ്റോളം ഇട്ടിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ചെറിയൊരു റൗണ്ട് മസാജ് കൊടുത്താണ് നമ്മുടെ പാക്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പാക്ക് ഇട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കയ്യിലൊരു നനവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നമ്മളത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഫുൾ ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാക്കാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പാക്ക്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. പാക്ക് ഞാൻ ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റായിട്ട് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ പാക്കൊക്കെ ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ഈ ഫേസാണ്, കാരണം അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ മേക്കപ്പ് ക്ലാസ്സൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണും വരെ. ഓക്കെ, ബൈ.